ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലുള്ളൊരു എഫക്റ്റ് നമ്മൾ അലൈറ്റ്മോഷനിൽ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു എഫക്റ്റാണ്. നമുക്ക് നമ്മുടെ വീഡിയോസിലൊരു ഷൈനിങ് എഫക്റ്റ് കൊണ്ടുവരാനാണ് ഈ ഒരു എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ആഫ്റ്റർ എഫക്ട്സിൽ ഇതിൻ്റെ പേര് CC ലൈറ്റ് സ്വീപ്പ് എന്നാണ്. അലൈറ്റ്മോഷനിൽ നമ്മൾ സ്ട്രൈപ്സ് എന്ന് പറയുന്ന എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ഇൻസിറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിയൽ ഫോളോവേഴ്സും റിയൽ ലൈക്സും കൂട്ടാനായിട്ട് പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ചിട്ട് കിട്ടും. നിങ്ങൾ ഒരാളെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോയിൻസ് വെച്ചിട്ട് കിട്ടും. അങ്ങനെയാണ് ഇതിൽ കോയിൻസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗെറ്റ് ഫോളോവേഴ്സ് ഉണ്ട്, ഗെറ്റ് ലൈക്സും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു കോയിൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫോളോവേഴ്സിന് ലൈക്സും ബൈ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ഫോളോവേഴ്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും. ഗെറ്റ് ലൈക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗെറ്റ് ലൈക്സിനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലൈക്സ് കിട്ടും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫോളോവും ലൈക്കും ചെയ്യാണ്ട് കോയിൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലെങ്ങനെ ഫോളോവേഴ്സിനെ ബൈ ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫോളോവേഴ്സിന് വേണ്ടത് ആ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഫോളോവേഴ്സ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഒരുപാട് ഫോളോവേഴ്സ് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, നേരെ അത്രയും ഫോളോവേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും ഇങ്ങനത്തെ ഫോളോവേഴ്സിനെ കയറ്റാണ്ടിരിക്കുക. അത് നിങ്ങളുടെ റീച്ചിനെ നന്നായിട്ട് ബാധിക്കും. സോ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. സോ ആഫ്റ്റർ എഫക്ട്സിൽ നോക്കുകയാണെങ്കിൽ അതിലൊരു ടൂൾ തന്നെ ഉണ്ട്, CC ലൈറ്റ് സ്വീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ തന്നെ ഉണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അലൈറ്റ്മോഷനിൽ അങ്ങനെ ഒരു ടൂള് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രൈപ്സ് എന്ന് പറയുന്ന എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് സ്വീപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു ഷൈനി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ MP4 വീഡിയോസിലും പിന്നെ എല്ലാ തരത്തിലുള്ള വീഡിയോസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഓരോ വീഡിയോസിൽ നിങ്ങളത് സ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോ ഞാനിവിടെ എൻ്റെ ആ ഒരു ലെയർ സെലക്ട് ചെയ്യാൻ, അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു എഫക്ട്സ് എല്ലാം നിങ്ങൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള എഫക്ട്സ് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിൽ സ്ട്രൈപ്സ് ആണ് എടുക്കുന്നത്. ഈ ഒരു സ്ട്രൈപ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എഫക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇതിൻ്റെ പിന്നാലെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു കൗണ്ട് എന്നുള്ളത് 0.5 ആക്കുകയാണ്. നിങ്ങൾ എപ്പോഴും അത് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഞാനിപ്പോൾ വൈറ്റാണ് എടുക്കുന്നത്. വൈറ്റാണ് കുറച്ചുകൂടി ഭംഗി. ഒരു ഷൈനി എഫക്റ്റ് കിട്ടണമെങ്കിൽ വൈറ്റ് തന്നെ നമ്മൾ കൊടുക്കണം. സോ ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിഡ്ത്താണ്. ജസ്റ്റ് നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം എത്ര വരണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഡ്ത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെന്നുള്ളത് തീരുമാനിക്കാനാണ് വിടുത്തുള്ളത്. അപ്പോൾ ഞാൻ ഇത്ര ഒരു ഡിസ്റ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് സ്മൂത്തിങ് ഉണ്ടാവും. ആ ഒരു സ്മൂത്തിങ് എടുത്തതിന് ശേഷം ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഈ ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടായാലും പക്ഷേ അധികം അറിയാനും പറ്റാത്ത രീതിയിലുള്ളൊരു സ്മൂത്ത്നെസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ആ ഒരു എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വിടുത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൂട്ടാം, കുറക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം. പിന്നെ ആംഗിൾ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഷൈനിങ് എഫക്റ്റ് എവിടെ നിന്നൊക്കെ വരണം, ഏത് ആംഗിളിൽ വരണം എന്നുള്ളത് തീരുമാനിക്കാനാണ് ഇപ്പോൾ ആംഗിൾ. ഞാനിപ്പോൾ ഇവിടെ 45 ഡിഗ്രി തന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റിങ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കീ ഫ്രെയിംസ്, അതായത് ഈ ഒരു ഷൈനിങ് എഫക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫേസ് എടുത്തതിന് ശേഷം ആദ്യത്തെ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. നമ്മൾ 2 കീ ഫ്രെയിംസാണ് ആഡ് ചെയ്യേണ്ടത്. സോ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്തതിന് ശേഷം അവസാന കീയിലോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോകുന്ന രീതിയിൽ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വട്ടം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. സോ ഇങ്ങനെ ആവും ഈ ഒരു ലൈറ്റ് സ്വീപ്പ് വരുന്നുണ്ടാവുക.
ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രാഫ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യുന്നത്. ഏത് ഗ്രാഫ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു ബീറ്റിനനുസരിച്ചിട്ട്, നിങ്ങളുടെ വീഡിയോസിൽ ഇപ്പോൾ ഒരുപാട് ബീറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ബീറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ലൈറ്റ് സ്വീപ്പൊക്കെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ബർത്ത്ഡേ സ്റ്റാറ്റസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ MP4 വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എയിലൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു എഫക്റ്റ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാവും ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുക. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ എന്തായാലും ആഫ്റ്റർ എഫക്ട്സിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അലൈറ്റ് മോഷനിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ശ്രമിച്ചു നോക്കാം. അടിപൊളി എഫക്ട്സ് അതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു അലൈറ്റ് മോഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി നെക്സ്റ്റ് ടൈം. ബൈ.